മദ്യപിച്ചെത്തുന്ന ജീവനക്കാരെ പിടികൂടാനാണ് KSRTC ബ്രത്ലൈസർ വാങ്ങിയത്. അതിനായി ലക്ഷങ്ങൾ തുക ചെലവഴിച്ചു. പിന്നാലെ എല്ലാ ഡിപ്പോകളിലും പരിശോധനയും നടക്കുന്നുണ്ട്. ഇങ്ങനെ എറണാകുളം കോതമംഗലം KSRTC ഡിപ്പോയിൽ പരിശോധന നടത്താനെത്തിയ മെഷീൻ തകരാറിലായത് വാക്കേറ്റത്തിൽ കലാശിച്ചു. രാവിലെ ഡിപ്പോയിലെത്തിയ ഉദ്യോഗസ്ഥർ 50-ലധികം പേരെയാണ് പരിശോധിച്ചത്. മദ്യം തീരെ ഉപയോഗിക്കാത്തവരടക്കം മദ്യപിച്ചിരിക്കുന്നതായി പരിശോധനയിൽ കണ്ടെത്തിയതാണ് വാക്കേറ്റത്തിന് കാരണമായത്. ഡ്യൂട്ടിക്കിടയിൽ മദ്യപിക്കുന്ന ജീവനക്കാരെ പിടികൂടാനുള്ള KSRTCയുടെ പരിശോധനയാണ് തുടക്കത്തിൽ തന്നെ പാളിയത്. കോതമംഗലം KSRTC ഡിപ്പോയിൽ ബ്രത്തലൈസർ മെഷീനുമായി രാവിലെ ഇൻസ്പെക്ടർമാരായ രവിയും സാംസണും ഉൾപ്പെടുന്ന സംഘമെത്തി. സർവീസിന് പോകാൻ വന്ന ജീവനക്കാരെ പരിശോധിക്കുകയായിരുന്നു ഉദ്ദേശം. ഇതിനിടയിൽ രാവിലെ 8 മണിക്ക് പാലക്കാട് സർവീസ് പോകാൻ വന്ന കണ്ടക്ടർ PV ബിജുവിനെ ബ്രത്തലൈസറിൽ ഊതിച്ചു. മെഷീനിൽ മദ്യത്തിന്റെ സാന്നിധ്യമായി രേഖപ്പെടുത്തിയത് 39%. എന്നാൽ മദ്യം കഴിക്കാത്ത ബിജു ഇതിനെ എതിർത്തു. ഇത് ഉദ്യോഗസ്ഥനും KSRTC ജീവനക്കാരും തമ്മിലുള്ള വാഗ്വാദത്തിലെത്തി. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്ററും ബിജുവിന്റെ വാദം ശരിവെച്ചു. ഇതോടെ സ്റ്റേഷൻ മാസ്റ്റർ ഷാജു സെബാസ്റ്റിനെ ഊതിക്കാനായി തീരുമാനം. പരിശോധിച്ചപ്പോൾ മദ്യത്തിന്റെ സാന്ദ്രത 40%. തുടർന്ന് റഷീദ എന്ന ജീവനക്കാരിയെ ഊതിച്ചപ്പോൾ അളവ് 48%. സ്റ്റോർ ജീവനക്കാരിയായ അമ്പിളി ഊതിയപ്പോൾ 40%. ഇതോടെ ഊതിക്കാൻ വന്ന ഉദ്യോഗസ്ഥർ കൂടി ഊതിയിട്ട് പോയാൽ മതിയെന്നായി ജീവനക്കാർ. അങ്ങനെ ഇൻസ്പെക്ടർ രവി ഊതിയപ്പോൾ മദ്യത്തിന്റെ അളവ് 45%. ഇതോടെ ജീവനക്കാരും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റവും തർക്കവും ഉണ്ടായി. ഒടുവിൽ തകരാറിലുള്ള ബ്രത്തലൈസറുമായി പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥർ സ്ഥലം കാലിയാക്കി. വലിയ തുക കൊടുത്തു വാങ്ങിയ മെഷീൻ തകരാറിലായതിൽ KSRTC തന്നെ മറുപടി പറയേണ്ട അവസ്ഥയാണ്. News 18 കൊച്ചി.